ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും എജ്യൂപോഡിൻ്റെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ മോഡൽ എക്സാം ഇവിടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അല്ലേ. മോഡൽ എക്സാമിൽ നിങ്ങളുടെ ആദ്യത്തെ എക്സാം 2 ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് അല്ലേ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും അതേപോലെ ഇംഗ്ലീഷിൻ്റെയും ലൈവുകൾ നമ്മൾ ഈ ചാനലിൽ തരില്ല. പകരം മറ്റൊരു ചാനലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആദ്യം പറഞ്ഞുതരാം, സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവുകൾ ഈ ചാനലിൽ ഉണ്ടാവുക. മറ്റൊരു ചാനലിലൂടെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക, സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും ലൈവുകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെ. നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവുകൾ, നിങ്ങളിപ്പോൾ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവുകൾ നമ്മൾ തരുന്നത് ഏത് ചാനലിലൂടെയാണ്, +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിലൂടെയാണ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെയും സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ലൈവുകൾ നമ്മൾ തരും ഏത് ചാനലിലൂടെയാണ്, എജ്യൂപോഡ് +1 എന്ന് ചാനൽ. ആദ്യം ഓർത്ത് വെക്കണേ, സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവുകൾ നമ്മൾ തരും ഏത് ചാനലിലൂടെയാണ്, എജ്യൂപോഡ് +1 എന്ന ചാനലിലൂടെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റത്തെ എക്സാം ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് എവിടെയാണ്, എജ്യൂപോഡ് +1 എന്ന ചാനലാണ്. ആ ലൈവിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലൈവിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ആ ലിങ്ക് ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത് സെറ്റ് ആകണം. കാരണം നിങ്ങളെ പഠിപ്പിക്കാൻ, മലയാളം പഠിപ്പിക്കാൻ ആരുണ്ട്, ജെയ്സിൽ സാറുണ്ട്. അറബി പഠിപ്പിക്കാൻ ആരുണ്ട്, സഹീർ സാറുണ്ട്. സംസ്കൃതം പഠിപ്പിക്കാൻ ആരുണ്ട്, സുദേവ് സാറുണ്ട്. ഹിന്ദി പഠിപ്പിക്കാൻ ആരുണ്ട്, ഹരിത മിസ് ഉണ്ട്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാലോ. സോ ഇംഗ്ലീഷിൻ്റെയും അതേപോലെ തന്നെ ഈ 4 സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ലൈവ് നമ്മുടെ എജ്യൂപോഡിൻ്റെ +1 എന്നുള്ള ചാനലാണ് ഉണ്ടാവുക. സോ ആ ലൈവിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ ലിങ്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ടിഫൈ മീ ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് എവിടെയാണ്, എജ്യൂപോഡ് +1 എന്നുള്ള ചാനലാണ്. അതിനുശേഷമുള്ള നിങ്ങളുടെ ബിസിനസ്, അക്കൗണ്ടൻസി, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജോഗ്രഫി, എക്കണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ വീണ്ടും എവിടെ നിന്നാണ് തരിക, നമ്മുടെ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്കും. അപ്പോൾ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങോട്ടേക്ക് കൊണ്ടുപോകാണ്, എജ്യൂപോഡ് +1. നിങ്ങൾ വിരുന്ന് പോകുന്ന പോലെ എന്ത് ചെയ്യുക, എജ്യൂപോഡ് +1 പോയിട്ട് സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ലൈവ് സെറ്റാക്കുക. ഇതിന് നേരെ തിരിച്ച് എങ്ങോട്ടേക്ക് വരിക, ബാക്കി കോർ സബ്ജക്റ്റിനായിട്ട് +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് വരിക. സോ ലിങ്കുകൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ ഓണാക്കി സെറ്റാക്കുക. സോ ഇനി നിങ്ങൾ എജ്യൂപോഡ് +1ലേക്ക് പോയിട്ട് സെക്കൻഡ് ലാംഗ്വേജിന് ഇംഗ്ലീഷിന് ലൈവ് സെറ്റാക്കും.